എല്ലാവർക്കും പമ്മീസ് ഹട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കൊച്ചു പ്രാർത്ഥനയാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് സകലരാലും അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല റെസിപ്പിയാണ്. എല്ലാവർക്കും വളരെ ഫാസ്റ്റായി ചെയ്യാൻ പറ്റും. കുട്ടികൾക്കെന്നല്ല, മുതിർന്നവർക്കും എല്ലാ പ്രായക്കാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല റെസിപ്പി പഴംപൊരി ഉണ്ടാക്കുന്നത്. ഇനി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി വേഗം പഴംപൊരി ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളെടുക്കാം. ആ ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ പഴംപൊരിയാണ്. അതിന് പ്രത്യേക ടേസ്റ്റാണ്, അതാണ് ചെയ്യുന്നത്. ഒരു ടേബിൾ ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്തതായാലും കുഴപ്പമില്ല, വറുക്കാത്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തത് വറുത്തതാണ്. അരിപ്പൊടി ഇടുമ്പോൾ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. ബേക്കിംഗ് പൗഡർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഇടാം. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇടുന്നത് നന്നായി സോഫ്റ്റായിട്ട് കിട്ടാനാണ്. ഇനി നമുക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കളറൊന്നും ഉപയോഗിക്കണില്ല. അതിന് പകരം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യും. നമ്മൾക്ക് ആവശ്യാനുസരണം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അധികം തിക്കും അല്ല, എന്നാൽ അധികം തിന്നും അല്ല, ലൂസും അല്ല, ഇതേപോലെ ഇരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഇത്ര വെള്ളം ബാക്കിയുണ്ട്, മുഴുവൻ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളത് വെള്ളത്തിൻ്റെ ആവശ്യം നോക്കിയിട്ട് ഒഴിച്ചിട്ട് ചെയ്യണം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് എടുത്ത് വയ്ക്കാം. കാരണം ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് കാരണം ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് നമുക്ക് പഴമൊക്കെ മുറിച്ച് ശരിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിന് 2 സൈഡായി തന്നെ നമുക്ക് മുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ തൊലി കളയാം. അങ്ങനെ 3 പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നീളത്തിലല്ല മുറിക്കുന്നത്, ഞാൻ ചെറിയ പീസായിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടണ മേടി ചെറിയ പഴം പോയി. അങ്ങനെ നമ്മുടെ 3 പഴവും നമ്മൾ മുറിച്ച് പീസാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമുക്ക് പാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായി. നമുക്കതിൽ കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടാകും വരെ നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി എണ്ണ ചൂടായി നോക്കാം. നമുക്ക് ഒരു ടീസ്പൂൺ കൊണ്ട് ഒരു സ്വല്പം മാവ് എടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി പൊന്തി വരുന്നുണ്ട്, അതിൻ്റെ അർത്ഥം എണ്ണ ചൂടായി എന്നാണ്. അപ്പം ഇനി നമുക്ക് മുറിച്ച് വെച്ച ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ നന്നായി ഇങ്ങനെ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത്. ഇപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കങ്ങനെ നമ്മുടെ പഴംപൊരികളൊക്കെ നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള പീസുകളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പഴംപൊരി എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു 4 മണി പലഹാരമാണ്.
അപ്പം നിങ്ങളെല്ലാവരും ചായ കുടിക്കേണ്ട സമയമാകുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇത് നല്ല സോഫ്റ്റാണ്. അതെ, ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പമ്മീസ് കട്ട് ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ എഴുതി കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.